20 വർഷങ്ങൾക്ക് മുൻപ് മലബാറിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ ഏറ്റവും ഇളയ മകൾ ഒരു ചായ ഇട്ടുകൊണ്ടുവന്നു. ആ ഇട്ടുകൊണ്ടുവന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടുത്തെ അമ്മച്ചി അവരുടെ കുടുംബ ചരിത്രം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. മധ്യകേരളത്തിൽ നിന്ന് മലബാറിലേക്ക് ഭാര്യയും ഭർത്താവും കൂടെ 2 കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്തു. 2 കൈക്കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാണ്. ഒരോലക്കൂര ഉണ്ടാക്കി അവർ ജീവിതം ആരംഭിച്ചു. പിന്നെയും ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു, പെൺകുഞ്ഞുങ്ങളെ മാത്രം. ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും പിതാവിന് ആദിയായി ഞാൻ എന്തു ചെയ്യും? വിഷമവും വേദനയും ഉറക്കമില്ലാത്ത രാവുകളുമായി ഒരു ആൺകുട്ടി, തങ്ങൾക്ക് ദൈവം ഒരു ആൺകുട്ടിയെ തരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പിന്നെയും ജീവിതം തള്ളി നീക്കി. 9ാം പ്രാവശ്യവും ആ മാതാവ് പ്രസവിച്ചു. അതും ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. അന്ന് രാത്രിയിൽ ആ മാതാവ് പ്രസവിച്ച അന്ന് രാത്രിയിൽ ആ പിതാവ് നാടുവിട്ടു. കാരണം ഈ 9 പെൺകുട്ടികളെയും കുടുംബത്തെയും പോറ്റി ജീവിതം ഒരു കരക്കെത്തിക്കുക എന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നാടുവിട്ടു. അദ്ദേഹം നാടുവിട്ട് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വളരെ പ്രതിസന്ധിയിലും വിഷമത്തിലുമായി. പക്ഷേ ആ സഹോദരി വേറൊരാളെ പരിചയപ്പെട്ടു. അവരുടെ സകല പ്രതിസന്ധിയിലും സഹായിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അതിനുശേഷം അവരുടെ ജീവിതത്തിന് വ്യത്യാസം വന്നു. അവർ മക്കളെ വളർത്തി പഠിപ്പിച്ചു. അവരെ എല്ലാവരെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആക്കി. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ഏറ്റവും ഇളയ മകളുള്ളത്. അവളും പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത്ഭുതകരമായി സമ്പന്നമായ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങൾക്കും മതിയായ ഒരുത്തനെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ദിവസങ്ങളിൽ തന്നെ അവർ കണ്ടെത്തി. അവന്റെ പേര് നസറായനായ യേശു ക്രിസ്തു എന്നായിരുന്നു.